ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിത് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു മിക്സിയുടെ ജാറിൽ ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാനിത് ഒരു ചെറിയ സവാള ഒന്ന് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ നോക്കുക. ഇനി നമുക്കത് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് അരിപ്പൊടി വാട്ടിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു പാനിനകത്തോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതിനകത്തോട്ട് നമ്മളിത് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കണം. അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനിനി കുറച്ച് എള്ളും കൂടി ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമിയതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ എണ്ണയിൽ ഇടുന്ന സമയത്ത് പൊട്ടിത്തെറിക്കില്ല. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ തീ നല്ലപോലെ കുറച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ അരിപ്പൊടി ചേർക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ഇനി അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീ കുറച്ച് വെക്കാൻ മറന്നു പോരുത്, ഇല്ലെങ്കിൽ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. എല്ലാവരുടെയും അരിയിൽ നന്നായിട്ട് വെള്ളം ഒന്ന് പിടിക്കണം, എന്നാലേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ബാക്കിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം, സമയം എടുക്കരുത്. കാരണം ആ വെള്ളം എല്ലാവരുടെയും ഒന്ന് നനവൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഒന്ന് കുത്തി മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മിക്സ് ആവും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കാം. എന്നിട്ട് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേ ഞാനൊരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ചൂടൊന്നും പോയിട്ടില്ല, അത്യാവശ്യം ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ അവിടെ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അത്യാവശ്യം ചൂടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈയൊന്ന് പച്ചവെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കുഴച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ചൂടറിയില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്ത് വല്ലാണ്ട് പൊട്ടിപ്പോവും. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുള എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് കയ്യിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ നോക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ അത്ര ഈസി ആയിട്ട് പരത്താനൊന്നും പറ്റില്ല. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാതെ നമ്മളൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മാവിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മാവിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഇച്ചിരിയും കൂടെ അരിപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യാതെ പരത്താൻ നോക്കുക. ഇത് നമ്മൾ എത്രത്തോളം നമുക്ക് തിന്നാക്കിയിട്ട് പരത്താൻ പറ്റുന്നു അത്രയും തിന്നാക്കിയാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റണില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി കട്ടിയായാലും നമുക്ക് മേൽഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്യാൻ പോവാണ്. ഞാനിത് ഈ ഒരു കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ റൗണ്ട് ഷേപ്പുള്ള അടപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ടാവും, ഒരുപാട് കട്ടിയൊന്നുമില്ല, അത്യാവശ്യം തിന്നായിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ തിന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത്. നമ്മളിത് ഏകദേശം ഒരു മലബാർ പത്തിരിയൊക്കെ ചെയ്യുന്ന ആ രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മളിത് ഇത്രയും തിന്നായിട്ട് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനേക്കാൾ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. കാരണം പത്തിരി കുറച്ചും കൂടെ സോഫ്റ്റ് അല്ലേ, ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. ചായക്ക് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ചൂടാവുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇട്ടിട്ട് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ഒത്തിരി സമയമൊന്നും വേണ്ട, പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. 2 സൈഡ് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അല്ലാതെ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി നേരിട്ട് ഫ്രൈ ചെയ്യേണ്ട, കാരണം ഉൾഭാഗമൊക്കെ വെന്തതാണ്, നല്ല തിന്നുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് പൊങ്ങി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ചെറുതായിട്ട് പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡും കൂടി മറിച്ചിട്ടതിന് ശേഷം ഇതെടുത്ത് മാറ്റാം. അത്യാവശ്യം കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് ഇതേ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ കറിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ കൂടുതലും ചായൻ്റെ കൂടെ ചുമ്മാ കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് ഉണ്ടാക്കാൻ വലിയ മെനക്കെടൊന്നും ഇല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കണം. ഞാനെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് പോകാനായിട്ട് ഒന്ന് ടിഷ്യൂ പേപ്പറിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കട്ടിയിലാണെങ്കിൽ ഉൾഭാഗം സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതേ കണ്ടോ, നല്ല കട്ടിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. അത് നമ്മൾ പരത്തുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ക്രിസ്പിനെസ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ട്രൈ ചെയ്യാൻ ഒരു ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ 3 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.